നമ്മൾ പഠിക്കാൻ പോകുന്നത് കുളോംസ് ലോ ആണ്. അപ്പോൾ ഫ്രഞ്ച് സയന്റിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് അഗസ്റ്റിൻ ഡി കുളോം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് നമുക്ക് ഈ ലോ പറഞ്ഞു തന്നത്. ഈ ലോ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? 2 പോയിന്റ് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷനെ കുറിച്ചിട്ടാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പോയിന്റ് ചാർജസ് എന്ന് പറയുന്നത്? പോയിന്റ് ചാർജസ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ചാർജുകളുടെ സൈസ് അവര് തമ്മിലുള്ള അകലത്തിനും വളരെ ചെറുതാണെങ്കിൽ, ഓക്കെ, അപ്പൊ എന്താണ് പോയിന്റ് ചാർജ് ഉണ്ട്, അതിന്റെ സൈസ് എന്ന് പറയുന്നത് അവരുടെ അകലത്തിനേക്കാളും വളരെ ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ സൈസിനെ കാര്യമാക്കേണ്ടതില്ല. ഓക്കെ, അത്തരം ചാർജുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ചാർജുകൾ. ഓക്കെ, അപ്പോൾ എന്താ കുളോംസ് ലോ പറയുന്നത്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ, അതായത് ആകർഷണം അല്ലെങ്കിൽ വികർഷണം, 2 പോയിന്റ് ചാർജുകൾക്കിടയിലുള്ള ആകർഷണം അല്ലെങ്കിൽ വികർഷണം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ചാർജസ്, ചാർജസിന്റെ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, 2 ചാർജസ് ആണ്, ഇത്തരത്തിലാണെന്ന് കരുതുക. ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നത് രണ്ടും പോസിറ്റീവ് ചാർജ് ആണ്. അവർക്കിടയിലുള്ള ദൂരം r ആണെങ്കിൽ r² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് എഴുതാം. F പ്രൊപ്പോർഷണൽ ടു Q1 Q2 by r². ഓക്കെ, ഇനി എന്താണ് അടുത്തത്? ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, Q1 ഉം Q2 പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ അങ്ങോട്ട് തന്നെയാണ്, കാരണം സെയിം കൈൻഡ് ഓഫ് ചാർജസ് ആകുമ്പോൾ എന്താണ്, റിപ്പൾഷൻ ആണ് നടക്കുന്നത്. ഇനി ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണെന്ന് കരുതുക. ഓക്കെ, Q1 പോസിറ്റീവും അതുപോലെ തന്നെ Q2 നെഗറ്റീവും ആണെന്ന് കരുതുക. Q2 നെഗറ്റീവും ആണെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് r ആണെങ്കിൽ, അങ്ങനെയെങ്കിൽ ഇവർക്കിടയിൽ എന്തായിരിക്കും തോന്നുന്നത്? ഒരെണ്ണം നെഗറ്റീവ് ഒരെണ്ണം പോസിറ്റീവ് ആയതുകൊണ്ട് ഇവർക്കൊരു അട്രാക്ഷൻ ആണ് തോന്നുക. ഓക്കെ, അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇത്തരത്തിലായിരിക്കും അവരുടെ ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായാലും രണ്ടും ഈ ഒരു സൈഡിലേക്ക് അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും Q1 Q2 അടുത്തേക്കും Q2 Q1 അടുത്തേക്കുമായിട്ട് വരുന്നത് കാണാം. ഇനി ഇവിടുത്തെ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാനായിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു? ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ല, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടിരുന്നു, അതാണ് K. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? F is equal to K into Q1 Q2 by r² എന്ന് എഴുതാം. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. ഇതിനെ എങ്ങനെയാണ് ഈ ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ കൊടുത്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ കൊടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് കുളോംസ് ലോയുടെ ആ ഒരു ഫോഴ്സിന്റെ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക? F is equal to K into Q1 Q2 by r² എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ Kക്ക് നമുക്ക് വാല്യൂ കൊടുക്കാം 1/4 pi epsilon 0 Q1 Q2 by r². ഓക്കെ, എപ്സിലോൺ 0 എന്നത് എപ്പോഴാണ്? അതൊരു മീഡിയം എന്ന് പറയുന്നത്, അവിടുത്തെ മീഡിയം എന്ന് പറയുന്നത് എയർ ഓർ വാക്വം. ഓക്കെ, എയർ ആയിരിക്കണം മീഡിയം, അല്ലെങ്കിൽ വാക്വം ആയിരിക്കണം. ഓക്കെ, മീഡിയം ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥ വാക്വം, എങ്കിൽ മാത്രമേ നമുക്ക് എപ്സിലോൺ 0 എന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്താണ് എപ്സിലോൺ 0 എന്ന് പറയുന്നത്? അതാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എന്താണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്? അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ that is going to be 8.854 into 10⁻⁻12. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. എപ്സിലോൺ 0യുടെ യൂണിറ്റ് വരുമ്പോഴത്തേനും എന്താണ്, എന്തൊക്കെ യൂണിറ്റ്സ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും? ഇത് c², അതായത് കുളോം സ്ക്വയർ ന്യൂട്ടൺ റേസ് ടു -2 അല്ല -1, F ഒന്നല്ലേ ഉള്ളൂ, ന്യൂട്ടൺ റേസ് ടു -1 m റേസ് ടു -2. ഓക്കെ, അപ്പോൾ ഇനി 1/4 pi epsilon 0യുടെ വാല്യൂ എത്ര വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, which is equal to 9 into 10⁻⁹. എന്താ വരുന്നത്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ c⁻⁻² എന്ന രീതിക്കായിരിക്കും ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ
1/4πε0യുടെ വാല്യൂ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. സോ F is equal to 9 into 10 raised to 9 Q1 Q2 by R square. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതെങ്ങനെയാണ് എഴുതിയെന്ന് പ്രോബ്ലം ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1/4πε0ക്ക് പകരം 9 into 10 raised to 9 കൊടുത്താൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം, ε0ക്കാണ് ഈ വാല്യൂ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ε0 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് 9 into 10 raised to 9 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ വരാം. അതായത് ഈ ഒരു പെർമിറ്റിവിറ്റിയുടെ വാല്യൂ അനുസരിച്ച് നമുക്ക് ആൻസറിൽ ചേഞ്ച് വരാം. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം ചാർജസ് നമ്മൾ പ്ലേസ് ചെയ്തത് എവിടെയാണ്? എയർ അല്ലെങ്കിൽ വേക്കത്തിലായിരുന്നു. ഇനി ε0ക്ക് പകരം മറ്റ് 2 ടേംസ് കൂടിയുണ്ട്. അതായത് എപ്സിലോൺ, അതാണ് പെർമിറ്റിവിറ്റി ഇൻ മീഡിയം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് എഴുതാം. എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ഓക്കെ, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എന്നത് വെച്ചിട്ട് നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. എങ്ങനെ വരും? F is equal to 1/4πε Q1 Q2 by R square. ക്ലിയർ ആണല്ലോ? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ആണ് നമുക്ക് ഉള്ളതെങ്കിൽ, അതായത് അതൊരു മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അവിടുത്തെ ഫോഴ്സിന്റെ ഇക്വേഷൻ ഇത്തരത്തിലായിട്ട് മാറുന്നു. ഓക്കെ, എന്താണ് നമ്മൾ കൂളോംസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ കണ്ടത്? 1/4πε0 Q1 Q2 by R square. ഓക്കെ, അപ്പൊ Q1 ഉം Q2 എന്താണ്? പോയിന്റ് ചാർജസ് ആണ്. R എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ചാർജസ്. ഓക്കെ, R എന്താണ്? ആ ചാർജസിന്റെ സെപ്പറേഷന്റെ ഡിസ്റ്റൻസ് ആയിരുന്നു. K എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കോൺസ്റ്റന്റ്. 1/4πε0 എന്താ നമുക്ക് വാല്യൂ കിട്ടുന്നത്? 8.85 into 10 raised to -12 C square n raised to -1 m raised to -2. ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആയിരുന്നു. അതുപോലെ തന്നെ കെയുടെ വാല്യൂ നമുക്ക് എഴുതാം 9 into 10 raised to 9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ C raised to -2. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ യൂണിറ്റുകൾ എങ്ങനെയാണ് വന്നത് എന്നുള്ളതൊക്കെ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ആ ചാർജസിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ വരുന്ന യൂണിറ്റ് ആണ്. സി സ്ക്വയർ എന്നുള്ളത് കുളൂംബാണ് കേട്ടോ. കുളൂംബിന്റെ സ്ക്വയർ ആണ് എടുത്തിരിക്കുന്നത് ചാർജസിന്റെ യൂണിറ്റ്. ഓക്കെ, അടുത്തതായിട്ട് കുളോംസ് ലോയുടെ വെക്റ്റർ ഫോം ആണ്. ഓക്കെ, ആ ഒരു വെക്റ്റർ ഫോം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. F12. ഓക്കെ, എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? F12, അതായത് സെക്കൻഡ് ചാർജ് Q2 എന്ന് പറയുന്ന ചാർജ് കാരണം, ഓക്കെ, Q2 എന്ന് പറയുന്ന ചാർജ് കാരണം Q1ൽ ഉണ്ടാകുന്ന ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ് ബൈ Q2 ഓൺ Q1. ഓക്കെ, അപ്പൊ ഫോഴ്സ് ബൈ Q2 ഓൺ Q1 എന്ന രീതിക്ക് നമുക്ക് അതിനെ പറയാം. അതിനെങ്ങനെ എഴുതിയിരിക്കുന്നത്? സിമ്പിൾ ആണ്. 1/4πε0 അവർക്കിടയിലുള്ള സെപ്പറേഷൻ ഡിസ്റ്റൻസ് ആണ് Q1 Q2 by R square. ആൻഡ് ആ 1ന്റെയും 2ന്റെയും ഇടയിലുള്ള ആ ഒരു സെപ്പറേഷൻ ഡിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ പറയാം? R12, അവിടുത്തെ യൂണിറ്റ് വെക്ടർ ആണ് R12. R12 is the യൂണിറ്റ് വെക്ടർ R12. ഓക്കെ, ഇനി നേരെ തിരിച്ച് നമുക്ക് F21 എങ്ങനെ എഴുതാം? F21 എന്തായിരിക്കും? F21 എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ Q2 exerted by Q1 എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ Q1 Q2 കൊടുക്കുന്നത്, ഓക്കെ, കൊടുക്കുന്ന ഫോഴ്സ് ആണ്. ഫോഴ്സ് ഓൺ സെക്കൻഡ് ചാർജ് ബൈ ഫസ്റ്റ് ചാർജ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0 Q1 Q2 by R square. എന്ത് വരുന്നു ഇവിടെ? R21. ഓക്കെ, R21 എന്ന രീതിക്ക് വരുന്നു. ഓക്കെ, R21 ക്ലിയർ ആണല്ലോ? എന്തുകൊണ്ടാണ് R21 വന്നത്? അത് ആ ഒരു സെക്കൻഡ് ചാർജ് മേലെ ഫസ്റ്റ് ചാർജ് കൊടുക്കുന്ന ഫോഴ്സ് ആണ്. ഓക്കെ, അവിടെ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഇത്തരത്തിലാണ്. R21 ആണ് അവിടുത്തെ യൂണിറ്റ് വെക്ടർ വരുന്നത്.
ക്ലിയർ ആണല്ലോ. ഇവിടെ F12 എന്ന് വന്നു, അവിടുത്തെ യൂണിറ്റ് വെക്ടർ R12 എന്നാണ് നമ്മൾ എടുത്തത്. ഇവിടെ F21 അതായത് ഫസ്റ്റ് ചാർജ് സെക്കൻഡ് ചാർജുമായി കൊടുക്കുന്ന ഫോഴ്സ്, അവിടെ നമ്മൾ എന്ത് ചെയ്തു, R21 എന്ന് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇത്തരത്തിലും പറയാം, അതായത് R12ഉം R21 എന്ന് പറയുന്നത് എന്താണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, അവരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ അവരുടെ എന്താണ് ഡിഫറെൻറ്റ്, അവരുടെ ജസ്റ്റ് ഡയറക്ഷൻസ് മാത്രമാണ്, സൈൻ ആണ് അവർ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്, അവരുടെ ഡയറക്ഷൻ ആണ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോഴ്സും പറയാം, F21 കൊടുക്കുന്ന ഫോഴ്സും അതുപോലെ തന്നെ 1 എന്ന് പറയുന്ന ചാർജ്, Q1 എന്ന് പറയുന്ന ചാർജ്, 1 എന്ന് പറയുന്ന ചാർജ് 2ലേക്ക് കൊടുക്കുന്ന ഫോഴ്സും രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. ജസ്റ്റ് അതിൻ്റെ എന്ത് മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ, അതിൻ്റെ ഡയറക്ഷൻ മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓക്കെ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി അഥവാ ഒരു മീഡിയത്തിൻ്റെ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്ത് തമ്മിലുള്ള റേഷ്യോ ആണ്, പെർമിറ്റിവിറ്റി ഇൻ മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നതിൻ്റെ റേഷ്യോയാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എ മീഡിയം ഇസ് ദി റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയത്തിന് നമുക്ക് എങ്ങനെ എഴുതാം, εr ε0 എന്ന രീതിക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊളംബ് ഫോഴ്സിനെ നമുക്ക് എങ്ങനെയാക്കി മോഡിഫൈ ചെയ്ത് എഴുതാം, 1/4πε0 εr Q1 Q2 r² എന്ന രീതിക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മളൊരു കമ്പാരിസൺ ആണ് നടത്താൻ പോകുന്നത്, ഫോഴ്സ് ഇൻ മീഡിയം ടു ഫോഴ്സ് ഇൻ എയർ എന്നതിൻ്റെ കമ്പാരിസൺ ആണ് നടത്താൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോഴ്സ് ഇൻ മീഡിയം, ഓക്കെ, FM എന്ന് എടുക്കുന്നു കേട്ടോ, FM ഫോഴ്സ് ഇൻ മീഡിയം നമുക്ക് എങ്ങനെ എഴുതാം, 1 ഇപ്പോഴത്തുള്ള മോഡിഫിക്കേഷൻ കൂടി ചേർത്ത് നമുക്ക് എഴുതാം, 1/4πε0 εr, ഓക്കെ, 1/4πε0 εr Q1 Q2 r². ഓക്കെ, Q1 Q2 r². ഇനി ഫോഴ്സ് ഇൻ എയർ നമുക്ക് എഴുതാം, എന്താണ്, 1/4πε0 Q1 Q2 r². ഓക്കെ, ഇനി ഇപ്പോൾ ഫോഴ്സ് ഇൻ എങ്ങനെ എടുക്കാം, ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം എന്ത് വരുന്നു, സെയിം ടേംസ് ഒക്കെ ക്യാൻസൽ ആയി പോകുന്നു, ഇവിടുന്ന് ഈ ടേംസ് ഒക്കെ തന്നെ ക്യാൻസൽ ആവും അല്ലേ, 1/4πε0യും Q1 Q2 r² ടേമും ക്യാൻസൽ ആയിട്ട് പിന്നെ എന്ത് മാത്രമാണ് ബാക്കി നിൽക്കുന്ന ടേം, FA/FM എന്ന് പറയുമ്പോഴത്തേനും അവിടെ റിമൈനിങ് ആയിട്ട് നിൽക്കുന്ന ടേം എന്ന് പറയുന്നത് εr ആണ്. ഓക്കെ, εr. അപ്പോൾ εr എന്താണ്, അത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ലെസ് ദാൻ ഫോഴ്സ് ഇൻ എയർ. ഓക്കെ, ക്ലിയർ ആയല്ലോ, ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ലെസ് ദാൻ ഫോഴ്സ് ഇൻ എയർ. ഓക്കെ, ക്ലിയർ ആയാലും എന്താ ചെയ്തത്, ഒന്നും ചെയ്തില്ല, നമ്മൾ ആ രണ്ട് റേഷ്യോ എടുത്തു. ഓക്കെ, രണ്ട് റേഷ്യോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് മാത്രം റിമെയിൻ ചെയ്തുള്ളൂ, εr ഗ്രേറ്റർ ദാൻ 1 ആണ്. εr ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് റിലേഷൻ പറയാം, ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഗോയിങ് ടു ബി ലെസ് ദാൻ ഫോഴ്സ് ഇൻ എയർ. ഓക്കെ, അടുത്തതായി നമ്മൾ കുളോംബിന്റെ ഡെഫിനിഷൻ പറയാൻ പോവാണ് ഇൻ ടേംസ് ഓഫ് കുളോംസ് ലോ. ഓക്കെ, കുളോംസ് ലോ അനുസരിച്ചിട്ട് എന്താണ്, F = 1/4πε0 Q1 Q2 r² അല്ലേ. അപ്പോൾ അതിൻ്റെ ടേംസിൽ നമുക്ക് എങ്ങനെ കുളോംബിനെ ഡിഫൈൻ ചെയ്യാം, അപ്പോൾ ഏതൊരു ചാർജിനാണോ 1 മീറ്റർ അകലത്തിൽ ഒരു സിമിലർ ചാർജിൽ നിന്ന് 1 മീറ്റർ അകലത്തിൽ ഒരു ചാർജ് വെക്കുമ്പോൾ ആ ഒരു ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 9 × 10⁻⁹ ന്യൂട്ടൺ ആണ് എങ്കിൽ, എങ്ങനെയാണ്, ഏതൊരു ചാർജിനാണോ 1 മീറ്റർ അകലത്തിൽ മറ്റൊരു സിമിലർ ചാർജുമായിട്ട് ഏതെങ്കിലും ഒരു ചാർജ് നമ്മൾ എന്ത് ചെയ്യുന്നു, എയറിൽ അല്ലെങ്കിൽ വാക്കത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അത് 1 മീറ്റർ അകലത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ആ ചാർജിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 9 × 10⁻⁹ ന്യൂട്ടൺ ആണെങ്കിൽ അവിടുത്തെ ചാർജ് എത്രയാണെന്ന് നമുക്ക് പറയാം, അവിടുത്തെ ചാർജ് ആണ് 1 കുളോംബ്. ഓക്കെ, ക്ലിയർ ആണോ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. നോക്കിക്കേ, F = K × Q1 Q2 r² അല്ലേ. ഇവിടെ Q1 ഉം
Q2 1 ആവുമ്പോഴുള്ള കണ്ടീഷൻ എപ്പോഴാണ്? Q1 = Q2 = 1 കുളോംബ് ആവുമ്പോൾ R1 മീറ്റർ അകലത്തിലായിരിക്കുമ്പോൾ ഫോഴ്സ് എത്രയായിരിക്കും? അത് നോക്കിയാൽ മതി. അതിന്റെ തന്നെ നേരെ തിരിച്ചാണ് ഈ ഒരു കുളോംബിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ F എന്ത് വരുന്നു? Q1 Q2 1 കുളോംബ് ആവുമ്പോൾ 1/r² എന്താണ്? 1 ആണ് അല്ലെ. അപ്പൊ F K ആയിട്ട് മാറുന്നു. അപ്പൊ റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 9 × 10⁻⁹ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവിടുത്തെ ചാർജ് 1 കുളോംബ് ആകുമ്പോഴാണ്. ഓക്കെ, അപ്പൊ 1 കുളോംബിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആയല്ലോ. ജസ്റ്റ് രണ്ടിനും നമ്മൾ എന്ത് ചെയ്തു? 1 എന്ന വാല്യൂ കൊടുത്തു. 1 മീറ്റർ അകലത്തിലായിരിക്കണം. ആൻഡ് അത് 1 കുളോംബ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ 1 മീറ്റർ അകലത്തിൽ ഒരു സിമിലർ ചാർജിൽ നിന്ന് 1 മീറ്റർ അകലത്തിൽ വെക്കുമ്പോൾ അതിനൊരു റിപ്പൾസീവ് ഫോഴ്സ് ആയിട്ടുള്ള 9 × 10⁻⁁ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവിടുത്തെ ചാർജിനെ നമുക്ക് എന്ത് പറയാം? 1 കുളോംബ് എന്ന് പറയാം. ഓക്കെ, എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് വിച്ച് വെൻ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഇൻ എയർ ഓർ വാക്വം ഫ്രം ആൻ ഈക്വൽ ആൻഡ് സിമിലർ ചാർജ് എക്സ്പീരിയൻസസ് എ റിപ്പൾസീവ് ഫോഴ്സ് ഓഫ് 9 × 10⁻⁹ ന്യൂട്ടൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് കുളോംബ്സ് ലോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂമറിക്കലാണ്. ഓക്കെ, എന്താ നോക്കാം. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് 1 മൈക്രോ കൊളോം. മ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ, 1 മൈക്രോ കൊളോം ആൻഡ് 2 മൈക്രോ കൊളോം ആൻഡ് ആർ സെപ്പറേറ്റഡ് ബൈ 10 സെന്റിമീറ്റർ ഇൻ എയർ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ചാർജസ് ആണ്, പോസിറ്റീവ് ചാർജസ് തന്നെയാണ്. Q1 അതുപോലെ തന്നെ Q2 അല്ലെ. ഇത് 1 മൈക്രോ കൊളോംബ് ആണ്, ഇത് 2 മൈക്രോ കൊളോംബ് ആണ്. അപ്പൊ ചാർജിനെ എങ്ങനെ മാറ്റി എഴുതാം നമുക്ക്? 1 × 10⁻⁶ കുളോം. അതുപോലെ തന്നെ Q2നെ നമുക്ക് എഴുതാം 2 × 10⁻⁻6 കുളോം. ഓക്കെ, ഇനി എത്രയാണ് അവരുടെ ഒരു സെപ്പറേഷൻ ഡിസ്റ്റൻസ്? R = 10 സെന്റിമീറ്റർ which is equal to എന്ത് പറയാം? 10 × 10⁻⁻² മീറ്റർ അല്ലെ. അല്ലെങ്കിൽ നമുക്ക് അതിനെ 0.1 മീറ്റർ എന്നും എഴുതാം. 0.1 മീറ്റർ. ഓക്കെ, ഇനി അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടും F എന്താ വരുന്നത്? F = 1/4πε0 Q1 Q2/r² അല്ലെ. Q1 Q2/r² അല്ലെങ്കിൽ F = എന്ത് പറയാം? 9 × 10⁻⁹ ഇൻറ്റു എന്താ വരുന്നത്? Q1 = 1 × 10⁻⁻6 ഇൻറ്റു എന്താ വരുന്നത്? 2 × 10⁻⁻6 ഡിവൈഡഡ് ബൈ 0.1². ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് 1.8 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 1.8 ന്യൂട്ടൺ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോഴ്സസ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ്. ഓക്കെ, കുറേ അധികം ചാർജസ്, ഒരു സിസ്റ്റം ഓഫ് ചാർജ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ചാർജസ് എന്ത് ചെയ്യുന്നു? ഒരു ചാർജിന്മേൽ കുറേ അധികം ചാർജസ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ്, ഓക്കെ, ഒരു ചാർജിന്മേലുള്ള ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ചാർജിന്മേൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും, അതായത് ഈ ഒരു ചാർജിന്മേൽ പല ചാർജസ്, ഇതാണ് Q1 എന്നിരിക്കട്ടെ, ഇവിടുന്ന് Q2 കാരണവും Q3 കാരണവും Q4 കാരണവും നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ Q1 ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഞാൻ എന്ത് ചെയ്യണം? Q1 Q2 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും Q3 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും Q4 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സും ഒക്കെ എന്ത് ചെയ്യണം? ആ ഫോഴ്സ് എല്ലാം കൂടി അതിന്റെ വെക്റ്റർ സമ്മാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? The system contains a number of interacting charges, then the force on a given charge. എന്തിലുള്ള Q1 ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? The vector sum. ഓക്കെ, എന്താണ് എടുക്കേണ്ടത്? വെക്റ്റർ സം ആണ് എടുക്കേണ്ടത്. ഫോഴ്സസ് എക്സർട്ടഡ് ഓൺ ഇറ്റ് ബൈ ഓൾ റിമൈനിങ് ചാർജസ്. ബാക്കിയുള്ള എല്ലാ ചാർജുകളും നമ്മുടെ ഏതാണോ റിക്വയർഡ് ആയിട്ടുള്ള ചാർജ്, ആ ചാർജസിൽ കൊടുക്കുന്ന ഫോഴ്സുകളുടെ എല്ലാം വെക്റ്റർ സം ആയിരിക്കും ഈ ഒരു Q1, അല്ലെങ്കിൽ നമുക്ക് ഏതാണോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആ ഒരു ചാർജിലെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക്
നമുക്കത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നോക്കിക്കേ, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടോ, ഇവിടെ വെക്റ്റർ സമ്മ തന്നെയാണ് എടുത്തിരിക്കുന്നത്. F1 എന്ന് പറയുന്ന ഫോഴ്സ് ആണ് Q1ൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, Q1ൽ ആക്ട് ചെയ്യുന്നത് ആരാണ്? F1 എന്ന് പറയുന്നതാണ് Q1ലെ ടോട്ടൽ ഫോഴ്സ്. എങ്ങനെയാ വന്നിരിക്കുന്നത്? കൺസിഡർ എ സിസ്റ്റം ഓഫ് 3 ചാർജസ്. ഓക്കെ, 3 ചാർജുകളാണുള്ളത്. Q2ഉം Q1ഉം Q3ഉം ആണ്. ഇനി Q1ൽ ആരൊക്കെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു? Q2 ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ Q3യും എവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്? Q3യും Q1ൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ എന്ത് ചെയ്യാം, ആ ഒരു F1ന്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആ ഒരു Q1ൽ Q2 കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് എഴുതാം. F12. ഓക്കെ, Q1ൽ കൊടുക്കുന്ന ഫോഴ്സ്. ഓക്കെ, F12 എന്താണ്? F12 ഫോഴ്സ് ബൈ Q2 ഓൺ Q1. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം F12 എങ്ങനെ എഴുതാം? F12 is equal to 1/4πε0 Q1 Q2 by എങ്ങനെ വരും? അവിടുത്തെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R12 ആണ്. ഓക്കെ, 1ന്റെയും 2ന്റെയും ഇടയിലുള്ള സെപ്പറേഷൻ ഡിസ്റ്റൻസ് R12 ആണ്. ഇവിടെ യൂണിറ്റ് വെക്ടർ നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ F13. ഓക്കെ, F12 എഴുതി. F13 എന്താണ്? ഫോഴ്സ് ബൈ Q3 ഓൺ Q1. അത് നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0 Q1 ശ്രദ്ധിക്കണം, Q3 by R13 into R13 യൂണിറ്റ് വെക്ടർ R13. ഓക്കെ, അപ്പൊ ഇതേപോലെ നമുക്ക് എങ്ങനെയും എഴുതാം, n ചാർജസിനും എഴുതാം. ഇതിന്റെ ടോട്ടൽ ജസ്റ്റ് ഒന്ന് എഴുതാം ആദ്യമേ. F is equal to വെക്ടർ സം ആണ്. F is equal to F1 ആണല്ലോ കണ്ടുപിടിച്ചത്. F1 is equal to F12 plus F13 എന്ന് നമുക്ക് പറയാം. F12 plus F13. ഓക്കെ, which is equal to എങ്ങനെ പറയാം? 1/4πε0 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. equal to Q1 Q2 by R12 വെക്ടർ യൂണിറ്റ് വെക്ടർ R12 plus Q1 Q3 by R13 യൂണിറ്റ് വെക്ടർ R13 എന്നുള്ള രീതിക്ക് നമുക്കിതിനെ എഴുതാൻ സാധിക്കും. ഓക്കെ, ഇതായിരിക്കും ആ ഒരു F1ന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് എന്താണ്? ഇനി n ചാർജസ് ഉണ്ടെങ്കിൽ ഇവിടെ എന്തും കൂടി വരും. ഇത്തരത്തിൽ 4ാമത്തെ ചാർജ് ഉണ്ടെങ്കിൽ F14, 5ാമത്തെ ചാർജ് ഉണ്ടെങ്കിൽ F15. ഓക്കെ, അതുപോലെ തന്നെ n ചാർജസ് ഉണ്ടെങ്കിൽ F1n നെ നമുക്ക് എങ്ങനെ എഴുതാം? F1n is equal to 1/4πε0 Q1 Qn. n കാരണം 1ൽ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് R1n യൂണിറ്റ് വെക്ടർ R1n. ഓക്കെ, അപ്പൊ എന്തും കൂടി വരും ഈ ഒരു ടേമിലേക്ക് പ്ലസ് Q1 Qn R1n യൂണിറ്റ് വെക്ടർ R1n എന്ന ടേമും കൂടി ഇതിലേക്ക് ആഡ് ആകുമായിരുന്നു. ഓക്കെ, F1 നമുക്ക് എങ്ങനെ എഴുതാം? F1 is equal to F12 plus F13 plus up to F1n. ഓക്കെ, ക്ലിയർ ആണോ എങ്ങനെയാണ് ഈ ഒരു ഫോഴ്സസ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജ് എഴുതിയെന്നുള്ളത്? ഓക്കെ, അപ്പോൾ ആ ഒരു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് ഈ Q1ലെ ടോട്ടൽ ഫോഴ്സ് ആയ F1 എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? ഇവിടെ Q2 കാരണമുള്ള Q3 കാരണമുള്ള ഫോഴ്സസ് F12ടെയും F13ടെയും എന്ത് ചെയ്തു? നമ്മൾ അതിന്റെ വെക്ടർ സമ്മ് നമ്മൾ എടുത്തു. വെക്ടേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ആരോ ഹെഡ് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അവിടെ പറഞ്ഞു പോകുമ്പോൾ വെക്ടർ സം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായില്ല, അത് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ, അപ്പോൾ ഡിനോട്ട് ചെയ്യുന്നത് ആ ഒരു വെക്ടർ സമ്മ് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ F12 is equal to 1/4πε0 Q1 Q2 by R12 സ്ക്വയർ യൂണിറ്റ് വെക്ടർ R12. അതുപോലെ തന്നെ F13 എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര വരും? ടോട്ടൽ ഫോഴ്സ് F1 on Q1 can be written as F1 is equal to F12 plus F13. അതിനെ നമുക്ക് ഇത്തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തതായിട്ട് ഒരു ന്യൂമറിക്കൽ ആണ്. +4e
പ്ലസ് ഇയും രണ്ട് ചാർജസ് ആണ്. അവർക്കിടയിലുള്ള സെപ്പറേഷൻ എത്രയാണ്? അവർക്കിടയിലുള്ള സെപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ a മീറ്റർ ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എവിടെയാണ് തേർഡ് ചാർജ്? തേർഡ് ചാർജ് Q എന്ന് പറഞ്ഞ ചാർജ് എവിടെ വെച്ചാലാണ് അത് ഇക്വിലിബ്രിയത്തിലാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു Q ചാർജ് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ +4 ഇയിൽ നിന്നും അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഈക്വൽ ആയിരിക്കണം. അതിനായിട്ട് എന്ത് ചെയ്യണം? അതിന് ഈ ലൈൻ ജോയിന് +4 ആൻഡ് +E ചാർജിനെയും +4 ഇനെയും ജോയിൻ ചെയ്യുന്ന ലൈനിൽ വേണം ആരെ പ്ലേസ് ചെയ്യാൻ? Qനെ പ്ലേസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈനിൽ എവിടെയായിട്ടായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്? നമുക്കറിയില്ല അല്ലേ. അപ്പോൾ ഇയിൽ നിന്ന് എക്സ് ദൂരത്തിലാണ് നമ്മൾ അതിനെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇയിൽ നിന്ന് എക്സ് ദൂരത്തിൽ നമ്മൾ Q എന്ന് പറഞ്ഞ ചാർജിനെ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ റിമൈനിങ് എത്ര വരുന്നു? a - x ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 4e Qയിൽ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണെന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ഫോഴ്സിനെ നമുക്ക് F1 എന്നെടുക്കാം. ഓക്കെ, F1 is equal to force on Q by +4e. അതുപോലെ തന്നെ F2നെ നമുക്ക് കൊടുക്കാം force on Q by +E. ഓക്കെ, അപ്പോൾ ഒരു F1ഉം F2 ഇവിടെ എഴുതാം. F1 എത്രയാണ്? 1/4πε0 4eq by a - x (2). അതുപോലെ തന്നെ F2 എന്ന് പറയുന്നത് നമുക്ക് എഴുതാം 1/4πε0 eq by x². ഇനി എന്തായിരിക്കണം? ഇക്വിലിബ്രിയം എന്തായിരിക്കണം? F1 is equal to F2 എന്നായിരിക്കും അല്ലേ. F1 is equal to F2. ഓക്കെ, അങ്ങനെ ആയിക്കഴിയുമ്പോഴത്തേനും നമുക്ക് എങ്ങനെ പറയാം? നമുക്കിതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. 1/4πε0 4eq by a - x (2), which is equal to 1/4πε0 eq by x². ഓക്കെ, eq നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1/4πε0 ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്തേ ബാക്കിയുള്ളൂ? 4/a - x (2) is equal to 1/x². ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാത്തിൻ്റെയും റൂട്ട് അങ്ങോട്ട് എടുക്കാം, സ്ക്വയർ റൂട്ട്. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും 2/a - x is equal to 1/x. ഓക്കെ, 2/a - x is equal to 1/x. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഇറേസ് ചെയ്തിട്ട് ഇപ്പുറത്ത് എഴുതുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു എക്സിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ ആകും. ഓക്കെ, അപ്പോൾ 2x എന്ന് എഴുതാം. 2x is equal to എന്താ വരുന്നത്? a - x എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാലോ. എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും 2x + x 3x. 2x + x is equal to a, അല്ലെങ്കിൽ 3x is equal to a. So x is equal to a/3. ഓക്കെ, x is equal to a/3 എന്നതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു എക്സ് എവിടെയാണ്? പ്ലസ് ഈ ചാർജിൽ നിന്ന് a/3 മീറ്റർ അകലെയാണ് Q വെക്കേണ്ടത്. ഓക്കെ, x is equal to എത്രയാ പറഞ്ഞിരിക്കുന്നത്? a/3 മീറ്റർ അകലെയാണ് Q കൊണ്ട് പ്ലേസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ആ ഒരു ആൻസർ നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? The charge should be placed at x is equal to a/3 meter from the charge plus E. Okay, clear ആണല്ലോ?